എന്താ ഇപ്പോ? എങ്ങോട്ടോ പുറപ്പെടാൻ പോലെ? അതെ. എങ്ങോട്ട്? എങ്ങോട്ടൊന്നും അറിയില്ല, ഏത് വഴിക്കൊന്നും അറിയില്ല. രാത്രിയിൽ മുഴുവൻ നടക്കുക, എവിടെയെങ്കിലും ചെന്നെത്തുന്നവരെ, അല്ലെങ്കിൽ തളർന്നു വീഴുന്നവരെ. എന്താ പോലീസിനെ പേടിച്ച? പോലീസ് മിസ്റ്റർ സി സാമുവൽ, ഞാൻ മാൽക്കം, നന്ദന മാഡത്തിന്റെ ഹൗസ് മാനേജർ. അവിടെ വന്നതും കട്ടിലിൽ കിടന്നതും കാല് പൊക്കിയതും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഡ്യൂട്ടിയിലായതുകൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്താ? നന്ദന മാഡം ഒരു കത്ത് തന്നയിച്ചിട്ടുണ്ട് ടെസി സാമുവലിന്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾ വായിച്ചോളാം. വായിച്ച് പഠിപ്പിക്കണം. താങ്ക്സ് താങ്ക്സ് താങ്ക്സ്. ടെസ്സിക്ക് ഇന്ന് നമ്മൾ വെറുതെ വഴക്കിട്ടു. കാരണക്കാരി ഞാനാണ്. അതുകൊണ്ട് ടെസ്റ്റ് പോയി കഴിഞ്ഞപ്പോൾ മുതൽ ഒരു വല്ലാത്ത വിഷമം. അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണം. സിനിമയ്ക്കും ഷോപ്പിങ്ങിനും അമ്യൂസ്മെന്റ് പാർക്കിനും ഒക്കെ പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചത് ഓർക്കുന്നു. പോണം. അതിനായി ഒരു ദിവസം കൂടി എനിക്ക് തരണം. നാളെ ഒരു ദിവസം ടെസ്റ്റ് വരും. പിന്നെ ടെസ്റ്റ് പറഞ്ഞാൽ ടെസ്റ്റിയുടെ മോശം വരും. ഞാനിവിടെ ദാ കാത്തിരിക്കുന്നു. നന്ദന ഏതു വഴിയെ പോകുമെന്നറിയാതെ നിന്നപ്പോ പെട്ടെന്നൊരു വാതിലകൾ തുറന്നില്ലേ? അവിടെ എന്തൊക്കെയാ ഉള്ളത്? ഉടുപ്പ്, ഭക്ഷണം, സിനിമ, പാർക്ക്. എന്താ പോണ്ടേ? പിന്നല്ലാതെ മോശം എന്താ പറയുന്നത്? അത് തന്നെ, പോണം, പിന്നല്ലാതെ. പക്ഷേ നാളെ ഒരു ദിവസത്തേക്ക് മാത്രം. അവതരണമൊന്നും ഇങ്ങോട്ട് വന്നേ. ഈ സിറിയ കച്ചം കൊടുത്ത പരാതിന്ന് ഞങ്ങളെ രക്ഷിച്ച ആരാന്നറിയോ? ആരാ? പനക്കൽ ദാസ്. അയാളുടെ വലച്ചെന്ന് പെട്ടോ? പെട്ടു. ആദ്യത്തെ ദിവസം തന്നെ ഒരു ജോലിയും തന്നു. എന്ത്? നന്ദനെ അയാൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാൻ. അയ്യോ വേണ്ട. ഏൽപ്പിച്ച ജോലി ചെയ്തില്ലെങ്കിലേ അയാൾ വെറുതെ വിടില്ല. ചെയ്താൽ അതെന്തോ ടെസിക്ക് ഇഷ്ടാവില്ല എന്നൊരു തോന്നൽ. അതാ ഇവിടെ വിടാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ പേര് തന്നെ വന്നിരിക്കുക ക്ഷണക്കത്തുമായിട്ട്. ഒന്നും അറിയാതെ അവതേട്ടൻ ടെസിക്ക് ആശയം കൊടുത്തു. ഇനിയിപ്പോ എന്താ ചെയ്യ? അവതേട്ടൻ പറഞ്ഞ വാതിലില്ലേ, ഇനി അതിലേ അങ്ങനെ അങ്ങോട്ട് പോവാ. എല്ലാം മറന്ന് പഴയ മോശമായി. പക്ഷെ ആ യാത്രയില് 2 കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. പനക്കൽ ദാസിന് എന്തിനാ നന്ദനയെ, നന്ദനയ്ക്ക് എന്തിനാ ഞങ്ങളെ? എന്താ ഞാൻ വിചാരിച്ചു വല്ല കൊല്ലും കുറിയോ പറ്റാണെന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്ത്? പനക്കൽ ദാസൻ അവളോട് പ്രണയം, അവക്കാണെങ്കിൽ ഇവിടെ ഒരാളോട്. അത്ര അയ്യടാ ഒരു ഔദക്നൂട്ടം വന്നിരിക്കണു. ഒരു ഭയങ്കര കണ്ടുപിടുത്തം. എന്താ? ഓ എനിക്ക് നാണായിട്ട് വയ്യ. കൂമ്പ് കരിക്കണം. എന്ത് അസുഖം അവിടെ മാത്രമല്ല, ഇതിനകത്തുണ്ട്. പിന്നെ എന്ത് കേട്ടു? അതിവിടെ ആരൊന്നും പറഞ്ഞില്ലല്ലോ. കേട്ടു. എന്ത് കേട്ടത് ഈ പറയണേ? എന്താ കേട്ടു. എന്തിന്? ഇന്ന് നല്ല രസായിരുന്നല്ലേ? ഇഷ്ടായ? ക്യാറ്റിന് ഇവിടെ കിടക്കണോന്ന് പറയോ? കിടക്കാം. പിന്നെ അവര് സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കായിരിക്കും. ഇല്ലില്ല, പക്ഷെ സമ്മതിക്കാൻ ചില വഴികളുണ്ട്. എന്ത് വഴി? തലകറക്കം, വയറിളക്കം, കാലുകഴപ്പ്, കിതപ്പ്, അങ്ങനെ എത്ര വഴികൾ. അവര് വരുമ്പോ ടെസി പറയണം നമുക്ക് പോവാന്ന്. അപ്പൊ ഞാൻ ശരിയെന്ന് പറഞ്ഞ് എഴുന്നേക്കും. എന്നിട്ട് ഞാൻ ഒച്ച വയ്ക്കും. അയ്യോ എന്റെ കാല് കോച്ചു പിടിക്കണേ, എന്തൊരു വേദന, അയ്യോ എനിക്ക് അവിടെ കിടന്നാ മതിയേ ഡബേ. എങ്ങനെയുണ്ട്? എന്താ കൊള്ളാന്നേ? ഇതിനൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇവിടെ കിടക്കുന്നേ. ഇവിടെ കിടക്കാനാ നാണക്കേട്. ഞാൻ ഇവളോട് തമാശ പറഞ്ഞപ്പോഴേക്കത് കാര്യമായിട്ട് എടുത്താ. ഞങ്ങളെ കിട്ടത്തില്ല ഇവിടെ കിടക്കാൻ. പിന്നെ സമ്മതിച്ചു വന്നത്? എന്ത് സമ്മതിച്ചു? ഒരു ദിവസം എനിക്ക് തരാൻ സമ്മതിച്ചല്ലേ വന്നേ? ആ ഒരു ദിവസം തന്നല്ലോ. ഇല്ല തന്നില്ല. തന്നു. ഒരു പകലേ തന്നുള്ളൂ. ഒരു രാത്രിയും കൂടി ആവുമ്പോഴേ ഒരു ദിവസം തികയുള്ളൂ. അതെന്ത് കണക്ക്? എന്ത് കണക്കാണിത്? അപ്പൊ പിന്നെ പകലാണോ രാത്രിയാണോ എന്ന് വ്യക്തമായിട്ട് പറയണം. അല്ലാതെ എനിക്ക് ഉറക്കം വരുന്നു. എന്താ? എനിക്ക് ഉറക്കം വരുന്നു. എവിടെ കിടക്കാ? നിങ്ങൾക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആ മുറിയില്.
ഇല്ലാത്ത ശീലങ്ങളൊക്കെ കുട്ടിക്ക് എടുപ്പിച്ചു കൊടുക്കുക. പാവം അവരല്ലേ. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നിയതാ. ആദ്യം കണ്ടപ്പോഴേ അതിന് ഫസ്റ്റ് നൈറ്റ് എന്നാ പറയുന്നേ. എന്തുവാ? ഫസ്റ്റ് സൈറ്റ്. അവര് പാവാന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. ഏതിനൊക്കെ? ഈ ചുറ്റാനും കറങ്ങാനും ഒക്കെ. ഞാൻ വിചാരിച്ചത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോയെന്ന്. അതെ അതെ, മൊത്തത്തിലുള്ള ഒരു ഇഷ്ടം കൊണ്ട് അല്ലേ? എന്നെ ഇഷ്ടായി, വേറൊന്നും എനിക്കറിയില്ല. പിന്നെ അന്നെന്തൊക്കെയാ പറയണ്ടായിരുന്നല്ലോ. എന്ത്? മുഖത്തിട്ട് നോക്കിന്നോ പിടിച്ചു എന്നൊക്കെ. പിടിച്ചു ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നോക്കിന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ ഓർക്കുന്നില്ല. എന്തത്ര മറവി? എനിക്ക് ഓർക്കും വരുന്നു. ആ പെണ്ണിനെ പറ്റിച്ചോല്ല എന്നെ പറ്റിച്ചാണ്ടല്ല പൊറോട്ട അടിക്കണോല്ലോ എടുത്തിട്ട് അടിക്കും ഞാൻ. എന്നോ ഉറങ്ങിക്കോളൂ കേട്ടോ. ഫസ്റ്റ് സൈറ്റിൽ എന്ത് തോന്നിന്നാ? പാന്റ് ഷർട്ടും അഴിച്ചിട്ട് എടുത്ത് കെന്തിച്ചാളൻ അങ്ങോട്ട് മാറി കിടന്ന് ഉറങ്ങടി. സാർ 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 കാർ സാർ കാർ സാർ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. അവിടെ ഉറങ്ങിയോ? മാഡം ഉറങ്ങി സാർ. മാഡത്തിന്റെ ഗസ്റ്റുകളും ഉറങ്ങി. മാഡത്തിന്റെ ഗസ്റ്റുകളോ? അതെ സാർ. ആര്? ഒരാളും അയാളുടെ കുട്ടിയും. എന്റെ വീട്ടിൽ എന്റെ അനുമതി ഇല്ലാതെ ആരോടോ താൻ കയറ്റിയത്? സോറി സാർ, മാഡം നിർബന്ധിച്ചിട്ടാ.